Hello guys and welcome back to my channel. So ഇന്ന് ഒരു get ready with me വീഡിയോ ആണ് for shopping. So let's go. Firstly തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് L'Oreal Infallible Skin Tint ആണ്. ഇതിന്റെ ഷെയ്ഡ് L10. ഇത് നല്ലോണം ഷേക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ എന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തപ്പോഴത്തേക്കും കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. എനിവേ ഐ ബ്ലെൻഡഡ് ഇറ്റ് ഔട്ട്. പക്ഷേ ഉണ്ടല്ലോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലായത്, കുറെ ഭാഗങ്ങളൊക്കെ കട്ടായി പോയിന്ന്. ഞാൻ ഡിഫറൻസ് കാണിക്കാന്ന് ഓർത്തതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പത്തേക്കും ക്യാമറ സ്റ്റക്കായി. ഇനി ടു ബൈ എ ന്യൂ വൺ. നെക്സ്റ്റ് വൺ ഞാൻ ഇട്ടേക്കണത് ഹൗസ് ഓഫ് മേക്കപ്പിന്റെ ബേൺഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഷെയ്ഡ് ഉണ്ടല്ലോ എന്ത് രസോടെന്ന് പറയുക, ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. സീ ലൈക്ക് ഇത് എവറിഡേക്ക് പറ്റിയ ഷെയ്ഡാണ് ആൻഡ് ഐ ആം ഒബ്സെസ്ഡ് വിത്ത് ഇറ്റ്. ആൻഡ് ഇതിന് പിഗ്മെന്റേഷനോ അതുക്കും മേലെ. ഞാനിത് ഇട്ടപ്പോ കൂടിപ്പോയിട്ട് നല്ലോണം. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഒരു ഒറ്റ ഡോട്ട് മതിയായിരുന്നു എന്ന്. ഇവിടുന്നേ തുടങ്ങിയത് ദുരന്തം. ഇവേ ഞാൻ രണ്ട് സൈഡും ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സമയത്ത് കോൾഡും ജലദോഷം എല്ലാം കൂടെ വന്നേക്കണം. ഫോർ ദ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുണ്ടത്ത് എന്തെങ്കിലും ഫൗണ്ടേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യണമെന്നായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഇതിൽ യൂസ് ചെയ്തിരുന്ന ലവത്തിന്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന ഒരു അത്രക്ക് പിങ്ക് ഒന്നുമല്ല കേട്ടോ. കുറച്ച് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിലുള്ള നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചുള്ള കളറായി മാറും കേട്ടോ അത്. സോ ഇറ്റ് ഇസ് ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി. ഈ മസ്കാരക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിന്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് കേട്ടോ. ഇറ്റ് ഇസ് റിയലി ഗുഡ് മസ്കാര. അത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സി ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. സോ ഇതാണ് എന്റെ മേക്കപ്പ് റൂട്ടീൻ. അത് എവറിഡേ എന്ന് പറയാൻ പറ്റില്ല. അത് എപ്പോഴെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോ ഇതാണ് ഞാൻ യൂസ് ചെയ്യണമെന്നല്ല, ഇങ്ങനെയാണ് ഞാൻ പോകാറ്. ഇതാണ് ഇപ്പോഴത്തെ ഗ്ലാം എങ്കിലും ഞാൻ എപ്പോ വേണമെങ്കിലും മാറാം. ചിലപ്പോ ഐലൈനർ ഇട്ടിരുന്നിരിക്കും, ചിലപ്പോ ലിപ്സ്റ്റിക് ഒക്കെ മാറും. അത് പിന്നെ എങ്ങനെയാണല്ലോ വരിക. നമ്മുടെ ഷോപ്പിംഗ് പാർട്ടിലേക്ക് പോയാലോ? സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വ്ലോഗ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മാറൂന്ന്. ആ ബ്രൗൺ ഷർട്ടിൽ നിന്ന് മാറി ഞാൻ പിങ്ക് ആയി. ഞാൻ ഐലൈനർ ഇട്ട് ലിപ് ലൈനർ കുറച്ചും കൂടി ഇട്ട്. അതാണ് ഞാൻ. അങ്ങനെ നമ്മൾ നൈസായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിങ്ങനെ നിൽക്കാം. കാക്കനാടുള്ള ആൾക്കാർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ NGO ക്വാർട്ടേഴ്സ്. എനിക്ക് കുറെ മെമ്മറീസ് തന്നിട്ടുള്ള റോഡാണ് കേട്ടോ ഇത്. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു, നവനിർമ്മാണം എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ പൂട്ടിയിട്ടുണ്ടാവും എന്നാണ് തോന്നണത്. അവിടെയാണ് എന്റെ ഇത്താത്ത പഠിച്ചത്. ഇപ്പൊ ഇത്താത്താക്ക് ഇത് ഓർമ്മകൾ നിറഞ്ഞ ഒരു റോഡാണിത്. ഈ വഴി പോയാൽ നവനിർമ്മാണം എത്തും. ഇതൊക്കെ പോകുമ്പോഴാണ് എന്റെ ഇത്താത്തിന്റെ സ്കൂള്. ഇതാണ് എന്റെ സ്കൂള്, മേരി മാത. നിങ്ങൾക്ക് അറിയാവോന്ന് എനിക്കറിയാൻ പാടില്ല. അഞ്ജനയും വെച്ചു ഞാനും കൂടെ പഠിച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അതൊക്കെ ഒരു കാലം. അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തി. ഇതാണ് പാലാരി വട്ടത്തുള്ള H&M. അങ്ങനെ ഞങ്ങള് പാർക്കൊക്കെ ചെയ്ത് നേരെ H&Mലേക്ക് കയറി. ഡിസാസ്റ്റർ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി H&Mൽ ഇപ്പൊ സെയില് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സോ അതിന്റെ ത്രില്ലില് ഞങ്ങൾ അവിടെ പോയി. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, കൊറേ ഡ്രസ്സസ് വാങ്ങാം, ഇതാണെന്നൊക്കെ കൊറേ ആലോചിക്കുന്നുണ്ടാവും. ഈ സെയിം തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. നമ്മളങ്ങനെ കയറി ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പോ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് ഒന്നും സെയിലിനല്ലായിരുന്നു. അതായിരുന്നു മെയിൻ ഡിസാസ്റ്റർ എന്ന് പറയാനായിട്ട്. ഈ ബാഗ്സ് ഒക്കെ നൈസാ. പിൻട്രസ്റ്റ് ഗേളീസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കാനായിട്ട്. ഫുൾ H&M ഓൺ സെയിൽ എന്നൊക്കെയാ പറഞ്ഞേക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതുപോലത്തെ ജ്വല്ലറീസ് ഒക്കെ വെറും 300 റുപ്പീസിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇറ്റ് വാസ് റിയലി നൈസ് ടു ബി ഓണസ്റ്റ്. സിൽവർ ജ്വല്ലറീസ് മാത്രമല്ല, ഗോൾഡൻ ജ്വല്ലറീസും ഉണ്ട്. പിൻട്രസ്റ്റ് വൈബും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജ്വല്ലറീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നു വെച്ചത് ഐ ഗ്ലാസസ് ആയിരുന്നു, ഓർ സൺഗ്ലാസസ്. പിന്നെ ബെൽറ്റ്സ് ഉണ്ടായിരുന്നു, ഫോൺ കേസസ്, നെയിൽ പോളിഷ്, അവിടുത്തെ യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റഫ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സെയിൽ ഉണ്ടായില്ല. ദാറ്റ് വാസ് എ സാഡ് പാർട്ട്. പിന്നെ ഇതേപോലത്തെ മിനി സ്കേർട്സ് ജസ്റ്റ് ഫോർ ₹500. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തെ സൈഡില് ഷോർട്സും ഇതേ പ്രൈസിന് തന്നെയായിരുന്നു. പക്ഷെ നമ്മളിതൊന്നും ഇടാത്തത് കൊണ്ട് എനിക്ക് അത്രക്ക് ഇത് തോന്നിയില്ലായിരുന്നു. ഫോർമൽ പാൻസും ജീൻസിനും ഒക്കെ ഒരു 600 റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു ഓഫർ പ്രൈസില്. ദാറ്റ് വാസ് ഫോർ ദ സെയിൽ. ഇതേപോലത്തെ ടീസും സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്സും ടാങ്ക് ടോപ്സും ബോഡി കോൺ ഡ്രസ്സസിനൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ടോപ്സും ഡെനിംസിനൊക്കെ ഓഫർ ഉണ്ടാവുന്ന വിചാരിച്ചത്, പക്ഷെ ഉണ്ടായില്ല.
അതുപോലത്തെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്സും ലെങ്ത് ഡ്രസ്സസിനൊക്കെ ആയിരുന്നു സെയിൽ ഉണ്ടായിരുന്നു വെച്ചത്. ഞങ്ങളെ ലേറ്റസ്റ്റ് കളക്ഷൻസിലൊക്കെ പോയി. പിന്നെ ഇതേപോലത്തെ ബാഗ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വെറുതെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഫോറം മാൾ ഇതേപോലത്തെ നല്ല കളക്ഷൻസ് ഉണ്ടാവും, ഇവിടെ പോലെ ആയിരിക്കൂല എന്നൊക്കെ വിചാരിച്ചിട്ടാ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കും. ഇതിന് പാർക്കിങ്ങിനാണ്. ഞങ്ങൾക്ക് ആ റിസ്കി ആയിട്ടുള്ള പാർക്കിങ് പോവാഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി ഒരു പാർക്കിംഗ് കിട്ടി. എന്താണെന്നറിയാൻ പാടില്ല, ഈ ഫോറം മാളിൽ കയറുമ്പോൾ ഈ ഒരു കാഴ്ച ഞാൻ എപ്പോഴും ഇരുന്ന് കാണും. ആൻഡ് ഞങ്ങൾ ഫൈനലി H&M എത്തി. ഇവിടെ കളക്ഷൻ ഉണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എവിടെ H&M ചെന്നപ്പോഴോ സെയിം അവസ്ഥ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് MS ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ചെക്ക്ഔട്ട് ചെയ്യാന്ന് ഓർത്തത്. ഫൈനലി സംഭവങ്ങൾ കിട്ടി. സെയിൽസ് ഇല്ലാത്ത സാധനമായിരുന്നു കിട്ടിയത്. എനിവേ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ടോ. ഫുഡ് കോർട്ടിലോട്ട് പോയപ്പോഴോ ഒരു ലോഡ് ജനം. ഇത്രമാത്രം ആൾക്കാർ എവിടെന്നാ വന്നെ പഠിച്ചോനെ. പിന്നെ അവിടെ നിന്ന് മസാല ദോശയും ലൈം ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴിച്ചു. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മിനീസോയിൽ കയറിയാലോ എന്നിങ്ങനെ ആലോചിക്കണ്ടായിരുന്നു. അങ്ങനെ അതിലും കയറിയപ്പോൾ അവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെർഫ്യൂംസ്, ഐവേസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ജ്വല്ലറി ഓർഗനൈസേഴ്സ്, മഗ്സ്, പിന്നെ ട്രാവൽ ബാഗ്, അതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മാത്രമല്ലായിരുന്നു ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ മറ്റേ പൗഡർ പഫും ബ്യൂട്ടി ബ്ലെൻഡറും പിന്നെ ഹെയർ മസാജും പിന്നെ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇതിട്ടിട്ട് നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പം എടുത്തേക്കണത് ആ ഒരു പെൻസിൽ ബോക്സ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഓർഗനൈസേഴ്സ് ഒക്കെ ആയിരുന്നു. ഈ ലിപ്സ്റ്റിക് ഓർഗനൈസേഴ്സും പ്രൊഡക്റ്റ് ഓർഗനൈസേഴ്സും അതൊക്കെ തന്നെയായിരുന്നു അവിടെ. പിന്നെ ഹാരി പോട്ടറും ഗ്രൂട്ട് എഡിഷൻ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ഉറക്കമൊക്കെ വന്നു. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഉച്ചക്കൊരു ഉറക്കം മസ്റ്റാ. സോ അങ്ങനെ ഉറങ്ങി. For today's video, as you guys saw in the video, it turned out to be a disaster. H&M സെയിൽ അത്രയ്ക്കും വർത്തല്ലെന്ന് ഞാൻ പിന്നെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് മേ ബി പോയപ്പോൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം. എനിവേ വെൽ, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചേക്കണായിരുന്നു. ലൈക്ക് ഇന്ന വീഡിയോസ് ഇങ്ങനെ ചെയ്യുക, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് വെച്ചേക്കണായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ല. സോ അത് ചുമ്മാ ഒരു വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ ഓർത്തു. അതാണ് ഞാൻ എപ്പോൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.